എൻ്റെ പേര് ലീന മരേശ്വരി. എനിക്ക് 4 വയസ്സ്. എൻ്റെ പേര് ജോബന മരേശ്വരി. ഞാൻ 2 പഠിക്കുന്നു. എനിക്ക് 6 വയസ്സ്. എൻ്റെ പേര് ജസന മരിയസോണി. ഞാൻ 4 പഠിക്കുന്നു. എനിക്ക് 9 വയസ്സ്. എൻ്റെ പേര് ടെസന മരിയാസോണി. ഞാൻ 5 പഠിക്കുന്നു. എനിക്ക് 10 വയസ്സ്. എൻ്റെ പേര് ജോസന മരിയാസോണി. ഞാൻ 6 പഠിക്കുന്നു. എനിക്ക് 11 വയസ്സ്. എൻ്റെ പേര് ജിയന മരിയാസോണി. ഞാൻ 7th പഠിക്കുന്നു. എനിക്ക് 12 വയസ്സ്. എൻ്റെ പേര് റോസന മരിയാസോണി. ഞാൻ 10th പഠിക്കുന്നു. എനിക്ക് 15 വയസ്സ്. ഞങ്ങൾക്കൊരു കുഞ്ഞു വാവയും കൂടിയുണ്ട്. അവളുടെ പേര് ടീന മരിയാസോണി. അവൾക്ക് 1 വയസ്സ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഞാൻ സോണി, ഇതിൻ്റെ ഭാര്യ ജ്യോതി. ഞാൻ അന്നമ്മ എന്ന് വിളിക്കും. 2008 മെയ് 1 ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിന് ശേഷം പ്രത്യേകിച്ച് ഇത്ര മക്കൾ വേണം ഇന്നിന്ന പോലെ ഒക്കെ എന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പ്ലാനുകളും പദ്ധതികളും ഒന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ട് വചനമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ദൈവ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയപ്പോൾ ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് 8 പെൺമക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഈ 8 പെൺമക്കളും സിസേറിയനിലൂടെയാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയത്. 8 പെൺമക്കളും ഓരോ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നത്. ഒന്നാമത്തെ മകൾ റോസന്ന മരിയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്നും കൂടുതൽ ധൈര്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് മാറുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. അങ്ങനെ ആദ്യത്തെ മോള് ജനിച്ചതിന് 2.5 വർഷത്തിന് ശേഷം രണ്ടാമത്തെ മോള് ജിയന്ന മരിയ ആദ്യത്തെ പോലെ തന്നെ സിസേറിയനിലൂടെ ജന്മമെടുത്തു. അവളുടെ വരവ് ഞങ്ങൾക്ക് വീണ്ടും ഒരു ധൈര്യവും മുൻപോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തിയും പകർന്നു. അവൾക്ക് 1 വയസ്സായപ്പോഴാണ് ജോസന്ന മരിയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അന്നമ്മേ, ജോസന്നെ വിളി. ജോസന്നെ, ഇത് ഞങ്ങളുടെ 3ാമത്തെ മോള് ജോസന്ന. ഇവളിപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവളെ ഉദരത്തിലായിരുന്നപ്പോൾ എനിക്ക് 3 മാസമായപ്പോൾ ചിക്കൻ ബോക്സ് വന്നു. ഏറ്റവും കൂടിയ ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പോൾ ഡോക്ടറിനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു സിസേറിയൻ കഴിഞ്ഞിട്ട് 1 വർഷം ആയിട്ടില്ല, അതുകൊണ്ട് ചിക്കൻ ബോക്സും വന്നു. അതുകൊണ്ട് കുഞ്ഞിന് ഒന്നെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ തള്ളയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് എന്ന് ഡോക്ടർ പറഞ്ഞു. 3-ാം മാസം ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ ഡോക്ടറോട് പറഞ്ഞു സമ്മതിക്കില്ല, ഞാൻ ഈ കുട്ടിക്ക് എന്ത് വന്നാലും ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് ഡോക്ടറോട് പറയുകയും ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയും അങ്ങനെ മാർച്ച് 21 സിസേറിയൻ തീയതി പറഞ്ഞിരുന്ന അന്നമ്മയ്ക്ക് ഫെബ്രുവരി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, കാരണം ഒരു സിസേറിയൻ കഴിഞ്ഞിട്ട് 1 വർഷമേ ആയുള്ളൂ. ഇനി മുമ്പോട്ട് പോയാൽ അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നമുണ്ടാകും. അപ്പോൾ ഡോക്ടർ ഒരു ദിവസം കൺസൾട്ടേഷൻ ചെയ്യുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു സ്റ്റിച്ച് അകന്നു പോകും, അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ജീവന് പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അന്നമ്മ ചാടി പറഞ്ഞു,
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇവളെ ഇത്ര ധൈര്യത്തോടെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ പതറിപ്പോയി. കാരണം ഭാര്യയ്ക്കും കുഞ്ഞിനും പ്രശ്നം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആർക്കായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അന്നമ്മയെ അത്ര ധൈര്യത്തോടെ ഞാൻ കണ്ടിട്ടില്ല. അന്നമ്മ പറഞ്ഞു, എൻ്റെ വയറ് പൊട്ടുവാണെങ്കിൽ ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. ഡോക്ടർ ചോദിച്ചു, എന്താ ഈ പറയണേ? അപ്പോൾ ഇവള് പറഞ്ഞു, ഇപ്പോൾ സിസേറിയൻ ചെയ്യേണ്ട, എനിക്ക് യാതൊരു കുഴപ്പമില്ല, എന്നെ കറക്റ്റ് ഡേറ്റായിട്ട് സിസേറിയൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറോട് സംസാരിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അന്നമ്മ എന്നോട് പറഞ്ഞു, ഇനി നമുക്ക് ഈ ഹോസ്പിറ്റലിൽ വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സിസ്റ്റർ മേരി മാർസലസ് ലിറ്റിൽ ലൂർദ് മിഷൻ ഹോസ്പിറ്റലിൽ കിടങ്ങൂർ, അന്ന് അമ്മ അവിടെ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഉടനെ ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ എന്നാണ് ഡേറ്റ്? അപ്പോൾ ഞാൻ പറഞ്ഞു 21-ാം തീയതി, മാർച്ച് 21-നാണ് ഡേറ്റ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, തലേദിവസം അവളെയും കൂടെ കൊണ്ടുവിട്ടേരെ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. നീ പേടിക്കൊന്നും വേണ്ട, നീ അന്ന് തലേദിവസം വന്ന് അഡ്മിറ്റ് ആയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയെ പോയി കാണുമോ, അങ്ങനെ അമ്മ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാം ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞു, 21-ന് തൊട്ട് മുമ്പ് മാർച്ച് 19 യേശുപിതാവിൻ്റെ ദിവസം, അന്ന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യേശുപിതാവിനോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ മാർച്ച് 19 എന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഇവക്ക് പേരിട്ടു ജോസന്ന മരിയ. അപ്പോൾ ഇത് പെൺകുട്ടിയാണെന്നാണോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ദൈവം ഞങ്ങൾക്ക് ഇവിടെ ജനിക്കുന്നതിന് മുമ്പേ ഇവക്കടെ പേര് തന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവൾക്ക് ഉദരത്തിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഞങ്ങളെ പേരിട്ട് വിളിച്ചു. എന്നോടിത് അപ്പയമ്മ ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. എനിക്ക് ജന്മം നൽകാൻ വേണ്ടി ഇവർ ഇത്രയധികം ത്യാഗം സഹിച്ചല്ലോ. ഇത്രയും നല്ല അപ്പയും അമ്മയും തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമേ, 1000 നന്ദി. ഇവളാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലത്തെ കാര്യസ്ഥി. എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനും മുമ്പന്തിയിലാണ് ഇവള്. ജോസന്ന ഉണ്ടായിക്കഴിഞ്ഞ് 1.25 വർഷത്തിന് ശേഷം ഞങ്ങളുടെ 4ാമത്തെ മോളെ സിസേറിയനിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകി. അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് 2ാമത്തെ മോള് മിക്ക സമയങ്ങളിലും ഹോസ്പിറ്റലുകളിൽ ആയിരിക്കും. അങ്ങനെ വളരെ നെട്ടോട്ടമോടിയ ഒരു സമയങ്ങളായിരുന്നു 3ാമത്തെ മോള് വരെയുള്ള സമയങ്ങൾ. 4ാമത്തെ മോള് വന്നപ്പോൾ ഞങ്ങളുടെ ആശുപത്രി ഓട്ടങ്ങൾ കുറഞ്ഞു, ആശുപത്രി വാസങ്ങൾ നിലച്ചു. അങ്ങനെ 4ാമത്തെ മോളിലൂടെ ദൈവം വലിയൊരു കൃപ നൽകി ഞങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അവളെ ഞങ്ങളുടെ ആരോഗ്യമന്ത്രി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവളെ വിളിക്കും. അവൾ ജനിച്ച് വെറും 364 ദിവസങ്ങൾക്ക് ശേഷം 5ാമത്തെ മോള് ജസന്ന മരിയ സിസേറിയനിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 1 വർഷത്തെ പോലും ഗ്യാപ്പില്ലാതെ വന്നതുകൊണ്ടാകാം ജസന്ന മരിയ 4ാമത്തെ മോള് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, 1 വയസ്സുള്ളപ്പോൾ അനിയത്തിയെ ശുശ്രൂഷിക്കുവാനും അവളുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ അവൾ പെട്ടെന്ന് തന്നെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് വന്നു. മക്കൾ തമ്മിൽ ഗ്യാപ്പുകൾ കൂട്ടുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലൊരു അനുഭവമാണ് ഈ ജസന്ന മരിയ. 1 വയസ്സിൻ്റെ ഗ്യാപ്പ് പോലും ഇല്ലാത്ത അവളാണ് ഇന്ന് ഞങ്ങളുടെ മക്കളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രായത്തിനെ വെല്ലുന്ന ഒരു പക്വതയോടെ പ്രവർത്തിക്കുന്നത്.
അങ്ങനെ 5ാമത്തെ മോളുടെ വരവോടുകൂടി എനിക്കൊരു സ്ഥിര വരുമാനമായി. അന്ന് വരെ ഒരു സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയൊരു ദൈവ കൃപ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞു. ഞങ്ങൾക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെയും ദൈവം ഞങ്ങളെ കൂടെ നടന്ന് നയിക്കുന്നത് പോലെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ മക്കൾക്കുള്ള പേരുകളെല്ലാം ദൈവം ഞങ്ങൾക്ക് നേരത്തെ തന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ദൈവം തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന്. അങ്ങനെ 8 മക്കളെ ദൈവം ഞങ്ങളുടെ കൈകളിലേക്ക് തന്നപ്പോഴും അവർക്കെല്ലാം നേരത്തെ പേരുകൾ തന്ന് അവരെ നേരത്തെ തന്നെ പേരിട്ട് വിളിക്കാനുള്ള ഒരു കൃപ തന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഓരോ കുഞ്ഞിനെയും കരങ്ങളിൽ സ്വീകരിച്ചത്. ഹായ്, സേ ഹായ്. എൻ്റെ പേര് റോസന മരിയ. ഞാൻ 10th പഠിക്കുന്നു. അപ്പ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് 2.5 വയസ്സുള്ളപ്പം ഞാനാണ് GNA എൻ്റെ കയ്യിലേക്ക് ആദ്യമായി ഏറ്റുവാങ്ങിയത്. അത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്നാലും ജോസന്നേനെയും ടെസുവിനെയും എൻ്റെ കയ്യിലേക്ക് ഞാൻ വാങ്ങിയത് ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. അവരെ വാങ്ങിയത് പിന്നെ എനിക്ക് അതെൻ്റെ ഒരു അവകാശമായി മാറി. പിന്നെ അമ്മ എപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയാലും എന്നെയും കൊണ്ടുപോകും. അത് സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ടാണെങ്കിലും എന്നെ കൊണ്ടുപോകും. എൻ്റെ കയ്യിൽ ആദ്യമായി ഞാൻ ആ കുഞ്ഞിനെ ജനിക്കുന്ന കുഞ്ഞിനെ എടുക്കാനും ആ കവിളിലൊരു ഉമ്മ കൊടുക്കാനും എന്നെ തീർച്ചയായും കൊണ്ടുപോയിരിക്കും. അപ്പൊ ആദ്യമായിട്ട് എന്നെ എടുത്ത് ഉമ്മ വെച്ചത് ചേച്ചിയാണോ? പിന്നെ ഞാൻ നിന്നെ എൻ്റെ കൈകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ അപ്പൊ എന്നെയോ? പിന്നെ നിന്നെ ഞാൻ ആദ്യം കൈകളിലെടുത്ത്. എല്ലാവരെയും ഞാൻ ആദ്യം. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകണം, മേലിൽ പിരിയാതെ നീ എന്റേതാവേണം. എന്നിൽ സ്നേഹമായി ഇന്നുയരിൽ നാളമായി ഇരളിൽ വീഴാതെ ഇന്നെന്നെ കാക്കേണം. ഇന്നിൻ ചായ നിന്നിരൽ ചലിച്ചിടുന്നുവോ എന്നും മാറിലായി ലോലമായിടുന്നുവോ ഇന്നിൻ മാനസേ ആദ്യമായ ഇറങ്ങിയോ മുന്നിൽ നാളമായി നീ നടന്നു പോയിരുന്നിയോ ഈരൻ കാറ്റിൻ കാതിൽ. 5ാമത്തെ മോൾക്ക് ശേഷം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് മധ്യസ്ഥം വഹിക്കാനായിട്ട് കുഞ്ഞുമാലാഖയായിട്ട് പറന്നുയരാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു കുഞ്ഞിനെ നൽകി. 3.5 മാസമുള്ളപ്പോൾ അവൾ അബോഷനായി. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ദൈവകൃപകളും. അവൾക്ക് ശേഷം ഞങ്ങൾക്ക് 6ാമത്തെ ഒരു കുഞ്ഞ് 7ാമത്തെ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകി. അവളെ സിസേറിയനിലൂടെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തി. ജോവന്ന മരിയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മധ്യസ്ഥം മൂലമോ എന്തോ വലിയൊരു കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള എല്ലാ കടങ്ങളും പെട്ടെന്ന് ദൈവം പലരിലൂടെ ഇടപെട്ട് മാറ്റി. പിന്നെ ഇന്നേ വരെ എനിക്ക് ജീവിതത്തിൽ ഒരാളുടെ നേരെ കൈനീട്ടുന്നതിനോ 1 രൂപ കടം വാങ്ങുന്നതിനോ ദൈവം ഇടയാക്കിയിട്ടില്ല. എനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുവാൻ തക്ക രീതിയിൽ എൻ്റെ സാഹചര്യങ്ങളെ ദൈവം ക്രമപ്പെടുത്തി. വിവാഹ ആശീർവാദ സമയത്ത് പുരോഹിതൻ അവസാന ആശീർവാദ സമയത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് അച്ചട്ടമാണ്.
എല്ലാ ആവശ്യ നേരങ്ങളിലും സഹായിക്കുവാനായിട്ട് നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 41-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒരു അപേക്ഷ മാത്രമാണുള്ളത്. നമുക്ക് സാധിക്കാതെ വന്നത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. എനിക്ക് ഒത്തിരി കുടുംബങ്ങളെ അറിയാം, കൂടുതൽ മക്കളുള്ളവർ. അവർ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുവാനും ഒക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് 2-3 മക്കൾ അല്ലെങ്കിൽ ഒരു കൊച്ചിനിൽ ഒക്കെ നമ്മൾ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു പരിഹാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ വചനം എങ്ങനെയാണ്, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നതിന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. അതുപോലെ മക്കളുള്ള ആളുകളെ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലം നമുക്കും കിട്ടും. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ദൗത്യമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ജോമനിക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു കുഞ്ഞുമാവയെ കൂടി ദൈവം നൽകി. ജ്യോതി സോണി ദമ്പതികൾ 7ാമത്തെ പ്രഗ്നൻസിയുടെ ചികിത്സയ്ക്കായിട്ടാണ് എന്നെ കാണാനായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അവരുടെ ഗർഭകാലഘട്ടം കടന്നുപോയി. മാസം തികഞ്ഞ് സിസേറിയന് വേണ്ടി ഞാൻ അഡ്മിറ്റാക്കി. ചെറിയ ഒട്ടിപ്പിടുത്തങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴികെ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും സിസേറിയൻ സമയത്ത് ഉണ്ടായില്ല. സമാധാനപരമായിട്ട് അവരുടെ സിസേറിയൻ കഴിയുകയും ചെയ്തു. സാധാരണഗതിയിൽ 6 പെൺകുഞ്ഞുങ്ങളുള്ള ഒരു കപ്പിൾ 7ാമത്തെ സിസേറിയന് വേണ്ടി വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ടെൻഷൻ, അടുത്തതും പെൺകുട്ടി ആകുമോ എന്നൊരു ടെൻഷനൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ സമചിത്തതയോടുകൂടി ദൈവത്തിൻ്റെ പ്ലാനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുള്ള ബോധ്യത്തോടു കൂടി അവരവരുടെ 7ാമത്തെ പെൺകുഞ്ഞിനെ സ്വീകരിച്ചു. ലിയന്ന മരിയ, അവളുടെ വരവ് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സമ്മാനവും കൊണ്ടായിരുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ പോലും ചെയ്യാത്ത, സ്വപ്നത്തിൽ പോലും ഞങ്ങളുടെ ചിന്തകളിൽ വരാത്ത ഒരു വലിയ കൃപയും അനുഗ്രഹവുമായിട്ടാണ് ലിയന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവളുടെ ജനനത്തിന് ശേഷം ദൈവ മകളായി സഭയിലേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭവനം ദൈവം ക്രമപ്പെടുത്തി തന്നത്. ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ കേരളത്തിൽ ആരംഭിക്കുന്നത് 1888 അതിനുശേഷം 1962 വിമല പ്രോവിൻസ് എന്ന നാമത്തിൽ കോതമംഗലം രൂപതയിൽ അതിൻ്റെ ശാഖാഭവനം ആരംഭിച്ചു. 2022 പ്രോവിൻസ് തുടങ്ങി 60 വർഷം പൂർത്തിയായ സമയത്ത് സഭയ്ക്കും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു പരിപാടി ആവിഷ്കരിക്കാമെന്ന് സഭാധികാരികൾ തീരുമാനമെടുത്തു. അതിൻ്റെ പരിണതഫലമായിട്ട് FCC കോൺഗ്രിഗേഷൻ കോൺവെൻറ്റുകൾ ഉള്ള പാരീഷിലെ അർഹതപ്പെട്ട 6 കുടുംബങ്ങൾക്ക് വേണ്ടി വീട് വയ്ക്കുവാൻ സഹായം കൊടുക്കാമെന്നാണ് തീരുമാനമെടുത്തത്. അതിന് ഓരോ പാരീഷിലേക്കും ഞങ്ങളുടെ സന്യാസ സമൂഹങ്ങളുള്ള അവരോട് അതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വന്നതനുസരിച്ച് ഞങ്ങൾ വാഴക്കാല ഇടവകയിൽ അർഹതപ്പെട്ട ഏറ്റവും നല്ല കുടുംബമായി ഞങ്ങൾ കണ്ടെത്തിയതാണ് മുണ്ടയ്ക്കാമറ്റം കുടുംബത്തിലെ സോണിയുടെ ഫാമിലി. കാരണം ഇവർ സഭയ്ക്കും സഭാംഗങ്ങൾക്കും ദൈവത്തിനും വേണ്ടി നിസ്തുലമായ സേവനം അർപ്പിക്കുന്നവരാണ്. മാത്രമല്ല സഭാ കുടുംബത്തെ വളർത്തുവാൻ വേണ്ടി 8 അംഗങ്ങളുള്ള ഒരു കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നല്ല കുടുംബം. 8 മക്കളും അത് 8ഉം സിസേറിയൻ ആയിരുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവർക്ക് പ്രോത്സാഹനജനകമായ ഒരു കാര്യമാണ്. ഈ മക്കളാണെങ്കിലും പാരീഷിലെ എല്ലാ സംഘടനകളിലും അവർ ഭാഗഭാക്കുകളാവുകയും അനുദിനം ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുകയും അതിലെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന സോണിയും കുടുംബവും. ആ വലിയ അനുഗ്രഹത്തിന് പ്രതിനിധിയായി അവർക്കും FCC കുടുംബത്തിൻ്റെ ഒരു അഭിഷിദാനമായി ഇത് ഞങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതോടൊപ്പം മറ്റു പലരുടെയും സഹകരണം അവർക്ക് ലഭിച്ചതുകൊണ്ട് ഒരു നല്ല ഭവനം പണിതെടുക്കുവാൻ അവർക്ക് സാധിച്ചു. അത് ഈ മക്കളിലൂടെ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഈ പദ്ധതിയെ
അവരും ഞങ്ങളും കാണുന്നു. ഈ 7ാമത്തെ മോള് ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ ജീവിതത്തിലൊരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഷം പോലെ ഞാൻ കണ്ടു. എൻ്റെ വീടിരിക്കുന്ന സ്ഥാനത്ത് ഒരു മനോഹരമായൊരു 2 നില വീട്. പക്ഷേ എനിക്കത് അപ്പോൾ മനസ്സിലായില്ല. ഞാൻ എൻ്റെ എൽഡറുമായിട്ട് ആ കാര്യം പങ്കുവച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് മാലാഖമാർ പണിയുന്ന ഒരു വീടാണ് എന്ന് പറഞ്ഞു. നാളുകൾ കഴിഞ്ഞു, മോള് ജനിച്ചു. അവളുടെ മാമോദിസയും കഴിഞ്ഞപ്പോൾ FCC സിസ്റ്റേഴ്സ് ഒരു വീട് പണിയുടെ ഒരു കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ മാലാഖമാർ ഈ വീട് പണിക്ക് തുടക്കം കുറിച്ചു. പിന്നെ ജീസസ് യൂത്തിലെ സഹോദരങ്ങളും എൻ്റെ ബന്ധുക്കളും മറ്റ് അനേകം കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സും ഒക്കെ ഇതിന് വളരെ നിർലോഭമായ സഹായങ്ങൾ നൽകി. അന്നുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മാത്യു വടക്കുംപാടം അച്ഛൻ ആണെന്ന് ഞങ്ങളുടെ വികാരി. അങ്ങനെ വടക്കുംപാടത്ത് അച്ഛനിലൂടെ അനേകർ ഈ ഒരു വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് സഹായിക്കുകയും ഏകദേശം 2500 സ്ക്വയർ ഫീറ്റും 49 ലക്ഷം രൂപ മുടക്കമുള്ള ഈ ഭവനം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് എന്നും നിലകൊള്ളുന്നു. അതിൻ്റെ ഒരു നന്ദി എന്നോണം ഞങ്ങൾ കൂടുതൽ ദൈവവചനത്തിൽ ആശ്രയിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്ക് മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം 8ാമത്തെ മോളെ നൽകി. അതും സിസേറിയനിലൂടെ ടിയന്ന മരിയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 8ാമത്തെ സിസേറിയനും ഞാൻ തന്നെയാണ് ചെയ്തത്. അവർ അവരുടെ 8ാമത്തെ പെൺകുഞ്ഞിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഇതാണ്: 8 സിസേറിയനുകൾ സുരക്ഷിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതോ 8ാമത്തെ സിസേറിയനൊക്കെ ശ്രമിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മെഡിക്കൽ അറിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ. ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ അനുസരിച്ച് മൾട്ടിപ്പിൾ റിപ്പീറ്റ് സിസേറിയൻ എന്ന് പറയുന്നത് 4ാമത്തെ മുതൽ മുകളിലേക്കുള്ള സിസേറിയനുകൾ നമുക്ക് സുരക്ഷിതമായിട്ട് ചെയ്യാം എന്ന് തന്നെയാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള അറിവുകൾ പറയുന്നത് 4ാമത്തെയോ 5ാമത്തെയോ 6ാമത്തെയോ ഒക്കെ സിസേറിയനുകൾ സുരക്ഷിതമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ മുൻ കാലഘട്ടത്തിൽ എന്നുള്ളതിനേക്കാൾ ഇന്ന് സിസേറിയൻ ചെയ്യുന്ന ടെക്നിക്കല് വ്യത്യാസം വന്നിട്ടുണ്ട്. താഴെ മുറിവിടുന്ന രീതിയിലാണ് കഴിഞ്ഞ 10-30 കൊല്ലത്തോളമെങ്കിലുമായിട്ട് സിസേറിയനുകൾ ചെയ്യുന്നത്. 30-40 കൊല്ലമായിട്ട് ഇപ്പോൾ സിസേറിയൻ ചെയ്യുന്നത്. സിസേറിയൻ ഉപയോഗിക്കുന്ന നൂലുകൾക്ക് വ്യത്യാസം വന്നു. ടെക്നിക്കല് ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള അഡ്വാൻസസ് എല്ലാം സുരക്ഷിതമായിട്ട് സിസേറിയൻ ചെയ്യാൻ, മുറിവുകൾ പഴുക്കുക എന്നുള്ളതൊക്കെ ഇന്നിപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലഘട്ടത്തിൽ 100 പേരിൽ 5 മുതൽ 10 പേർക്ക് മുറിവ് പഴുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ 100-ൽ ഒരാൾക്ക് പോലും മുറിവ് മേ ബി ലൈക്ക് 2-3 മാസത്തിലൊക്കെയാണ് നമ്മളൊരു വൂണ്ട് ഇൻഫെക്ഷൻ നമ്മൾ കാണുന്നുള്ളൂ. അത്രയും കുറവ്, മുറിവുകൾ പഴുക്കുന്നതൊക്കെ വളരെയധികം കുറഞ്ഞു. അതിനുശേഷമുള്ള ആശുപത്രിയിൽ അഡ്മിഷൻ, പണ്ട് 7 ദിവസം അഡ്മിറ്റാക്കി സ്റ്റിച്ച് എടുത്തതിന് ശേഷമൊക്കെ നമ്മൾ ഡിസ്ചാർജ് ആക്കിയിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് 4ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം തന്നെ നമ്മൾ സിസേറിയൻ കഴിഞ്ഞാൽ പോലും നമ്മൾ ഡിസ്ചാർജ് ആക്കുന്നു. ഇങ്ങനെയൊക്കെ അഡ്വാൻസസ് ശാസ്ത്രീയമായിട്ടുള്ള മേഖലയിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സുരക്ഷിതമായിട്ട് കൂടുതൽ സിസേറിയനുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവളുടെ വരവോടെ കൂടുതൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാനും കൂടുതൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു. സോണിച്ചേട്ടനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. സോണിച്ചേട്ടൻ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹം വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ മിഷൻ ലീഗിലൂടെയും അതുപോലെ ഒക്കെ അദ്ദേഹത്തെ ഞാൻ അകലെ നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നീട് വൈദികനായി
കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ സോണിച്ചേട്ടൻ എന്നെ സമീപിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ എനിക്ക് ഒരു സ്പിരിച്വൽ ഡയറക്ടറായിട്ട് അച്ഛനെ എടുക്കാൻ ആഗ്രഹമുണ്ട്, അച്ഛനൊരു കൺഫസറായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഒരാൾ ചോദിക്കുന്ന പോലെ തന്നെ ആണ് അതിനെ കണ്ടത്. പക്ഷെ പിന്നീട് എനിക്ക് കാണുവാൻ സാധിച്ചത് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് കുമ്പസാരിക്കുന്ന അൽമായനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കുമ്പസാരത്തിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുക. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി ഏറ്റവും ചെറിയ പാപം എന്ന് മനസ്സിൽ തോന്നുന്ന ആ കാര്യങ്ങൾ അതിൻ്റെ തുറവിയോടെ ഏറ്റുപറയുന്ന ഒരു മനുഷ്യൻ. അത് സാധാരണ ഒരു വ്യക്തിയെപ്പോലെ അല്ല ഏറ്റുപറയുന്നത്. അദ്ദേഹം വരുന്നതിന് മുൻപേ തന്നെ അത് ഒരു ബുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. തുടർച്ചയായിട്ട് ഇന്ന ഡേറ്റിൽ കുമ്പസാരിച്ചു, ആ കുമ്പസാരത്തിൻ്റെ പാപങ്ങളെല്ലാം അദ്ദേഹം എഴുതി വെച്ച് അത് തുടർച്ചയായിട്ട് കൃത്യമായി വ്യക്തതയോടെ ഏറ്റുപറയുന്നു. പിന്നീട് ഞാൻ കണ്ട മറ്റൊരു കാര്യം, ആ പ്രായശ്ചിത്തം കൊടുക്കുമ്പോൾ പലരും അത് സ്വീകരിച്ചിട്ട് അങ്ങ് പോവുകയാണ് പതിവ്. അതിന് പകരമായിട്ട് അദ്ദേഹം ആ പ്രായശ്ചിത്തം കൃത്യമായിട്ട് എഴുതിയെടുക്കും. അതിനുശേഷമാണ് ആശീർവാദവും പാവമോചനത്തിൻ്റെ ആശീർവാദമൊക്കെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുക. 400 വീടിൽ താഴെയുള്ള ഒരു ഇടവകയിലെ ദേവാലയ ശുശ്രൂഷയ്ക്ക് വളരെ തുച്ഛമായ വരുമാനമാണ്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഭയത്തോടെയല്ല കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത്. കർത്താവ് അരുൾ ചെയ്ത കാര്യം നിറവേറുമെന്ന് പരിശുദ്ധയമ്മ വിശ്വസിച്ചതുപോലെ തന്നെ വിശ്വസിച്ചതാണ്. അനേകരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വേദനയോടെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ തന്നെ സ്ഥാപനങ്ങളിലെ ചില ഡോക്ടേഴ്സ് 2 സിസേറിയൻ കഴിഞ്ഞ് 3ാമത്തേത് റിസ്ക്കാണ്. പക്ഷെ അവർക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ഒരടയാളമായിട്ട്, ഒരു സാക്ഷ്യമായിട്ട് 9 മക്കൾക്ക് ജന്മം നൽകാനായിട്ട്, സിസേറിയനിലൂടെ തന്നെ 8 പേർക്ക് ജന്മം നൽകാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് 2 പേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഒരിക്കലും ഭർത്താവിൻ്റെ മാത്രം ഒരു താല്പര്യം അല്ല, മറിച്ച് അവർ 2 പേരും. ഒരുപക്ഷെ ചേച്ചിയാണ് സോണിച്ചേട്ടനോട് പറയുക നമുക്ക് ഇനിയും കുഞ്ഞിനെ വേണമെന്ന്. അവരിത് പങ്കുവയ്ക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോടും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കണം, ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. അവരിന്ന് 9 മക്കളിൽ എത്തി നിൽക്കുമ്പോൾ, ഒരു കുഞ്ഞിന് സ്വർഗത്തിലാണ്, എന്നിരുന്നാലും 9 മക്കൾക്ക് ജന്മം നൽകാൻ അവർ ഇടം നൽകിയപ്പോൾ ഓരോ കുഞ്ഞിൻ്റെ ജനനത്തോടൊപ്പം അവർ അനുഗ്രഹിക്കപ്പെടുകയായിരുന്നു. ഈ അടുത്ത നാളുകളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ദൈവാനുഗ്രഹത്തെ പറ്റി അന്നമ്മ പറയും. ഇച്ചായൻ രാവിലെ എഴുന്നേറ്റ് പിള്ളേരെ നോക്കി വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് 5:30 മണിയടിക്കാൻ പോകണം. 5:30 ആകുമ്പോഴത്തേനും 5:25 ആകുമ്പോഴത്തേനുമാണ് ഇവിടുന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടമാണ്. ഇവിടുന്ന് 10 മിനിറ്റ് ഉണ്ട് എങ്കിൽ പോലും 5 മിനിറ്റിൻ്റെ കൊണ്ട് എത്തിച്ചേരും ഓടി. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞാനിങ്ങനെ പോയി മുമ്പശത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഓടുന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ തമ്പുരാനെ ഒരു വണ്ടി കിട്ടുവാണെങ്കിൽ സൗകര്യമായിരുന്നല്ലോ, ഞാൻ പെട്ടെന്ന് പള്ളിയിലെത്തി മണിയടിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഞങ്ങൾക്കൊരു 2 വീലർ തന്ന് സഹായിച്ചു. അത് തമ്പുരാൻ്റെ വലിയൊരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ ചേട്ടന് ആ വണ്ടി ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നൊരു തീരുമാനത്തിൽ എത്തിയപ്പോൾ ആ ചേട്ടൻ തിരുമുമ്പിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് എൻ്റെ മുഖമാണ് ആദ്യം ആ ചേട്ടൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് മാത്രമേ വേറെ ആരോടെങ്കിലും ചോദിക്കുകയുള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചു. അങ്ങനെ അത് ദൈവഹിതമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ആ സമ്മാനം 2 കരങ്ങളും നീട്ടി ഞങ്ങൾ സ്വീകരിച്ചു. സോണിയയും കുടുംബാംഗങ്ങളും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഗായക സംഘത്തിലാണ് ആ പെൺകുട്ടികൾ പ്രധാനമായിട്ടും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളാണ് പള്ളിയിൽ ഗാനങ്ങൾ ആലപിക്കുന്നത്. ഇടവക ജനത്തെ മുഴുവൻ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രചോദിപ്പിക്കുവാൻ അവരുടെ ഗാനങ്ങൾ സാധിക്കുന്നുണ്ട്. വാഴക്കാല സെൻറ്റ് മേരീസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം ഒരു അഭിമാന കുടുംബമാണ്, സന്തോഷത്തിൻ്റെ കുടുംബമാണ്, മറ്റുള്ളവർക്കെല്ലാം മാതൃകയുമാണ്. के
ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എനിക്കൊരു പേര് കിട്ടി. എന്താ? അത് ഞാൻ പിന്നെ പറയാം. പലരും പറയുന്നുണ്ട് പെൺമക്കളുണ്ടായി പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിഷമമുണ്ടോ, എല്ലാം പെൺമക്കളാണല്ലോ എന്നോർത്തുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ സന്തോഷം കണ്ടില്ലേ? ഒരാൾ പാത്രം കഴുകുന്നു, കറി വയ്ക്കുന്നു, സവോള അരിയുന്നു, തേങ്ങ ഇരണ്ടുന്നു, എല്ലാവരും കൂടെ കൂടുമ്പോൾ ആകെ ഒരു ബഹളം മയമാണ് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണല്ലോ. കുഞ്ഞുങ്ങളാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും ഉണ്ടല്ലോ, അവരുടെ കുസൃതികളും കളികളും ചിരികളും കാണുമ്പോൾ ആകെപ്പാടെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ്.